ആകാശവാണി. ഒരു ഗോവൻ ട്രിപ്പ്. രചന അജിത് നമ്പ്യാർ. ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സെവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, അനുജ ഭാസ്കർ, ഗോവിന്ദ് ടി എ, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, പാർവതി ജി ആർ, സൗമ്യ ജെ വി. സംവിധാനം റൂബി ബാബു. മംഗളയാണല്ലോ വീണ്ടും വീണ്ടും വിളിക്കുന്നത്. എന്താ ഇത്ര അത്യാവശ്യം? ഹലോ, എന്താ മംഗളെ? Why boys have all the fun? എന്തോന്ന്? കുന്തം. എടി ശൈലേ, ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ എല്ലാ ആഘോഷങ്ങളും എന്ന്? അതിപ്പോ എന്നോട് ചോദിച്ചാ എങ്ങനാ? നിനക്ക് നിന്റെ ഭർത്താവ് ദിലീപേട്ടനോട് എന്നെ ചോദിക്കരുതോ? എടി മണ്ടി, എന്റെ ദിലീപേട്ടനോടോ നിന്റെ ഭർത്താവ് വിനോദേട്ടനോടോ ചോദിച്ചാ അതിനുത്തരം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ നീ? ഇല്ലേ? ഇല്ല. കുടുംബത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന, ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാത്ത വ്യക്തികളെന്നാണ് അവരുടെ ഭാവം. സിനിമയ്ക്ക് പോവേണ്ട കാര്യം പറഞ്ഞാൽ പോലും കഷ്ടപ്പെട്ട് സമയം ഉണ്ടാക്കി എന്തോ ഒരു മഹത്തായ കാര്യം ചെയ്തു തരുന്ന രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ സത്യമോ? വിനോദേട്ടൻ അല്ലു അർജുന്റെ പടം 2 തവണ കണ്ട വിവരം ഞാൻ അറിഞ്ഞു. സെയിം ഹിയർ. ദിലീപേട്ടൻ മരമില്ലിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു പോയതേ ജയിലർ 3യുടെ 5:30-ക്കുള്ള ഫാൻ ഷോ കാണാനായിരുന്നു. ഓ, പുള്ളിക്ക് രജനീകാന്തിനെയാണോ ഇഷ്ടം? എടി കഴുതേ, ഞാൻ പറഞ്ഞതിന്റെ പോയിന്റ് അതല്ല. സോറി, നീ പറയ്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഭർത്താവും മക്കളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്കൊരു യാത്ര. ആഹാ, അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. നീ പോയി വാ. ഞാൻ ഒറ്റയ്ക്കല്ല, നീയും ഉണ്ട്. നമ്മൾ 2 പേരും കൂടി. യോ, ഞാനോ? പിന്നല്ലാതെ. വീടും അടുക്കള തുടങ്ങിയ അലട്ടലുകളെല്ലാം കുടഞ്ഞെറിഞ്ഞ് നമ്മളൊരു യാത്ര പോകുന്നു. എങ്ങോട്ട്? ഗോവയ്ക്ക്. ഗോവയിലെ ബീച്ചിൽ കിടന്ന് ആ സൺസെറ്റൊക്കെ ഒന്ന് കാണണം. സ്വാതന്ത്ര്യത്തിന്റെ കുളിർക്കാറ്റ് നുകർന്ന് ആവോളം നൃത്തം ചെയ്യും. ആഹാ, ബീച്ചിൽ ഭരതനാട്യം കളിച്ച നന്നായിരിക്കില്ല മംഗളെ. നിനക്ക് സ്കൂളിൽ നിന്ന് പ്രൈസ് കിട്ടിയത് ഭരതനാട്യത്തിനല്ലേ? അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കളിച്ചോളാം. ഡേറ്റ് നോക്കിയിട്ട് പറയാം. പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിക്കും. എന്നാലും മംഗളെ, ഗോവയിലൊക്കെ പോകണോ? റിസ്ക് അല്ലേ? അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ യൂട്യൂബിലെ ഗോവ ട്രിപ്പുകളുടെ വീഡിയോ എടുത്ത് കണ്ടാ പോരെ? എടി ശൈലേ മണ്ടി, യൂട്യൂബ് കണ്ടാണ് ഞാൻ ഈ യാത്ര പ്ലാൻ ചെയ്തത്. ആ, അപ്പൊ ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ഇൻഷുറൻസ് പോളിസി എടുക്കാമെന്ന് ചോദിച്ചപ്പം ഒരു മടിയും കൂടാതെ 10 ലക്ഷത്തിന്റെ പോളിസി മംഗളം എടുത്തപ്പോഴേ ഞാൻ കരുതിയിരിക്കണമായിരുന്നു. എന്തെങ്കിലും ഏടാകൂടത്തെ കൊണ്ട് ചാടിക്കുന്നു. അവളുടെ അടുത്താണെങ്കിൽ ഒരു നമ്പറും ചെലവാവുകയില്ല. എന്തായാലും ഇനി വരും പോലെ വരട്ടെ. ഒരു കാറിന്റെ സൗണ്ടല്ലേ ആ കേട്ടത്? പറഞ്ഞതുപോലെ മംഗള കാറും കൊണ്ട് തന്നെയാണല്ലോ വന്നത്. ആ, വരുന്നു. ദാ വിനോദേട്ടാ, എന്റെ ഫ്രണ്ട് കാറും കൊണ്ട് എത്തിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഓ, നിന്റെ ഫ്രണ്ടും വരുന്നുണ്ടോ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനത്തിന്? ഏയ് ഇല്ല, അവൾ ഏജന്റ് ഒന്നുമല്ല. എന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വരുന്നതാ. അത് ശരി. അല്ല, കാശ് എന്തെങ്കിലും? ഓ, ഒന്നും വേണ്ട, അത്യാവശ്യത്തിനുള്ളത് എന്റെ കയ്യിലുണ്ട്. അതല്ല,
എൻ്റെ ശമ്പളം കിട്ടാൻ വൈകുമല്ലോ. നീ 4 ദിവസം കാണത്തുമില്ല. അതുകൊണ്ടേ കാശെന്തെങ്കിലും തന്നേച്ചും പോവാൻ. ഓ അതാണോ? ഇതാ തൽക്കാലം 2000 രൂപയുണ്ട്, പിടിക്ക്. ആ 2000 എങ്കിൽ 2000. എന്തോ? അല്ല, പോയിട്ട് വേഗം വാന്ന്. ഓ നീ ഒന്ന് ശ്വാസം വിടടി. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇങ്ങനെ കള്ളമൊക്കെ പറഞ്ഞു പോകുമ്പോ എന്റെ കൈയും കാലും ശരിക്കും വിറയ്ക്കും. തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, പിന്നെ അതൊരു ശീലമാകും. നിനക്കൊരു കാര്യം അറിയോ? എന്താ? എല്ലാവരും ഡെയിലി കല്ല് വെച്ച നുണകൾ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഓരോന്നിനും ഇറങ്ങുന്നത്. അത് വെച്ച് നോക്കിയാൽ നമ്മൾ എത്രയോ ശുദ്ധർ. അതെയല്ലേ? പിന്നല്ലാതെ. ആട്ടെ, നീ എന്താ ഭർത്താവിനോട് പറഞ്ഞത്? പിള്ളേരുടെ കാര്യമൊക്കെ എന്ത് ചെയ്തു? ഞങ്ങൾ ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംസ്ഥാന സമ്മേളനമാണെന്നാ പറഞ്ഞത്. 4 ദിവസത്തേക്ക്. പിന്നെ കുട്ടികളെ 2നെയും ഞാൻ അമ്മയുടെ വീട്ടിലാക്കി. ഇപ്പം വെക്കേഷൻ ആയതുകൊണ്ട് സ്കൂളിന്റെ തലവേദനയില്ല. നീ എന്ത് കള്ളവാ പറഞ്ഞേ? നിന്നെ നിന്റെ അമ്മായിയമ്മയും ചോറ്റാനിക്കരയിൽ ഭജനം ഇരുത്താൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. ഷോ 4 ദിവസത്തേക്ക്. ഗംഭീര ഐഡിയ അല്ലേ? ഷോ മഹാഭാബി, എന്റെ അമ്മായിയമ്മ കഴിഞ്ഞ കൊല്ലം മരിച്ചു പോയത് നിനക്കറിയില്ലേ? അതെനിക്കല്ലേ അറിയൂ, എന്റെ ഭർത്താവിനറിയില്ലല്ലോ. എന്നാലും നിനക്ക് വേറെ എന്തെങ്കിലും കാരണം പറയായിരുന്നു. ശൈലേ, നമ്മളൊരു കള്ളം പറയുമ്പോൾ അതിന് 100% വിശ്വസനീയത തോന്നണം. നിന്റെ അമ്മായിയമ്മ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് നാളെ ഒരാൾക്കും ചെന്ന് തിരക്കി ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല. ഭയങ്കരം തന്നെ. അല്ല, നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ. ട്രെയിനിൽ പോകാന്ന് പറഞ്ഞിട്ട് നീ എന്താ പെട്ടെന്ന് കാറും കൊണ്ടുവന്നത്? അത് പറയാം. ഞാൻ നിന്നോട് ഗോവക്കാര്യം പറഞ്ഞ് വിളിച്ചതിന്റെ പിറ്റേ ദിവസം മനീഷിനെ അറിയില്ലേ? എന്റെ അനിയൻ. അവൻ അതിന് ചെന്നൈയിലല്ലേ? അതെ, അവൻ ഈ വണ്ടിയും കൊണ്ട് വന്നു. എവിടേക്കോ പോകാൻ പ്ലാനിങ് നടത്താൻ നേരം അവന് ഓഫീസിൽ നിന്ന് കോള് വന്നു. ചെറുക്കം ഫ്ലൈറ്റും പിടിച്ച് തിരികെ ചെന്നൈയിലേക്കും പോയി. കാറുതേ വീടിന്റെ മുറ്റത്ത് അനാഥമായി കിടക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്തിരി പഴയ മോഡലാണെങ്കിലും ഗോവയ്ക്ക് പോയി വരാൻ കാറ് തന്നെ മതിയെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ഇറങ്ങി ടാക്സി പിടിച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. ഇനി മുറിയൊന്നും കിട്ടിയില്ലേലും ഏതെങ്കിലും മരത്തിന്റെ തണലിലോട്ട് കയറ്റി നിർത്തിയാൽ നമുക്ക് ഉറങ്ങുകയും ചെയ്യാം. പൊളിയല്ലേ? ഓ, അത്രയ്ക്ക് പൊളിയല്ല. ഞാൻ ഈ കാറിലൊന്നും കിടക്കില്ല. എനിക്ക് സുരക്ഷിതമായ മുറി തന്നെ വേണം. അല്ല, നീയല്ലേ റൂമൊക്കെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നു പറഞ്ഞത്? എന്റെ പൊന്നേ, വഴിയിൽ കിടക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലേലും നിനക്ക് അഡ്വഞ്ചർ മൈൻഡ് ഇത്തിരി കുറവാ. ഓ അതെ, അതിത്തിരി കുറവാ. അത് ഞാനങ്ങ് സഹിച്ചു. ഛേ, പിണങ്ങണ്ട. റൂമൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പനാജിയിലുള്ള ഒരു RK ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. കിടിലൻ ഹോട്ടലൊന്നും അല്ല, പക്ഷെ ഫോട്ടോ കണ്ടപ്പോൾ വൃത്തിയുള്ളതുപോലെ തോന്നി. ഓ, ആഡംബരം ഒന്നും നമുക്ക് വേണ്ടെന്നേ. അതിരിക്കട്ടെ, എത്ര മണിക്ക് നമ്മൾ ഗോവയിലെത്തുന്ന വല്ല ധാരണയുണ്ടോ? 80-100 ലെവലിൽ ചവിട്ടി വിട്ടാലും രാത്രി 12 മണി കഴിയാതെ എത്തത്തില്ല. ഹോ, അത്രയും വൈകുമല്ലേ? വൈകട്ടേന്ന്. നമ്മൾ ഓരോ കിലോമീറ്ററും ആസ്വദിച്ച് കണ്ടു പോയാ പോരെ? അടിച്ചു പൊളിക്കാൻ 4 ദിവസം മുഴുവനായും കിടക്കുമല്ലേ? സംഗതി ശരിയാ. എന്നാലും നീ ഡ്രൈവ് ചെയ്ത് ക്ഷീണിക്കുമ്പം എനിക്ക് ഓടിക്കാൻ പറ്റില്ലല്ലോ. അതാ എൻ്റെ സങ്കടം. ഓ, ഡ്രൈവ് ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണമൊന്നുമില്ല. നീ ആദ്യം സ്കൂട്ടർ ഓടിക്കാനെങ്കിലും പഠിക്ക്. തിരികെ നാട്ടിലെത്തിയാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം അതാണ്. ഗുഡ് ഗേൾ. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ യാത്ര പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത്, നമ്മുടെ കൂടെ പഠിച്ച അനിഷയില്ലേ, അവൾ ഗോവയിലല്ലേ താമസിക്കുന്നത്?
ഓ, ആ പഠിപ്പിസ്റ്റ് നിഷ. അത് തന്നെ. അവൾ ഗോവയിലാണോ? അതെനിക്കറിയില്ലായിരുന്നു. അതെ, 2 കൊല്ലം മുൻപേ നമ്മുടെ സ്കൂൾ റീയൂണിയൻ നടന്നില്ലായിരുന്നു. ആ, അന്ന് നിഷ വന്നപ്പോഴറിഞ്ഞത് അവൾ ഫാമിലി ആയിട്ട് ഗോവയിൽ സെറ്റിൽഡ് ആണെന്ന്. അയ്യോ, എന്നാ പിന്നെ നമുക്ക് നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ പോരായിരുന്നോ? അത് വേണ്ട. ഫാമിലി ആയിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ഇടിച്ചു കയറണ്ട. സമയം കിട്ടിയാ അവൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് നമുക്ക് പോയൊന്ന് കാണാം. അവൾക്കും അതൊരു സന്തോഷമാവുമല്ലോ. എന്നാ നമുക്ക് അവളെയും കൂടെ കൂട്ടി ബീച്ചിലൊക്കെ പോകാം. നല്ല രസമായിരിക്കും അല്ലേ? അതിനാദ്യം നമ്മൾ ഗോവയ്ക്ക് തിരിച്ച കാര്യം അവളോട് വിളിച്ച് പറയണ്ടേ? എടി, നീ നമ്മുടെ 10th A ഗ്രൂപ്പ് ഒന്ന് എടുത്ത് നോക്ക്. അതിൽ അവളുടെ നമ്പർ കാണും. ആ, നോക്കാം. 10th A. ഓഹ്, 150 ഗ്രൂപ്പാ എൻ്റെ ഫോണിൽ. ഫാമിലി ഗ്രൂപ്പ്, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, കോളേജ് ഗ്രൂപ്പ്, ഇൻഷുറൻസ് ഗ്രൂപ്പ്, അങ്ങനെ. ശ്ശെ, എന്തായിരുന്നു നിഷയുടെ ഹസ്ബൻഡിന്റെ പേര്? സുരേഷോ അതോ രമേശോ? ദൈവമേ, ഇന്നിത് 2ാമത്തെ ഗ്ലാസ്സാണ് തറയിൽ വീണ് തകരുന്നത്. എന്റെ രമേശ് ചേട്ടാ, നിങ്ങൾ ഈ ഗ്ലാസ് ഒക്കെ തറയിലെറിഞ്ഞ് പൊട്ടിച്ചാ വരാനുള്ളവർ വരാതിരിക്കോ? നിഷേ, വരാനുള്ളത് വഴിയിൽ തങ്ങില്ലായിരിക്കും. പക്ഷേ എൻ്റെ ദേഷ്യം തീരുമല്ലോ. ദേഷ്യമല്ല, ഈ വീട്ടിലെ കുപ്പി ഗ്ലാസ്സുകളാണ് തീരുന്നത്. ഇനി കാപ്പിയും ചായയും ഒക്കെ സ്റ്റീൽ ഗ്ലാസ്സിൽ കുടിച്ചാൽ മതി. കാപ്പിയും ചായയും മാത്രമാക്കണ്ട, ഹോർലിക്സും ബൂസ്റ്റും ഒക്കെ കലക്കി കൊടുക്കും നിന്റെ ഫ്രണ്ട്സിന്. ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് ക്ഷീണിച്ച് വരികയല്ലേ അവര്. അതിന് ഞാൻ ക്ഷണിച്ചിട്ടൊന്നും അല്ലല്ലോ അവര് വരുന്നത്. ദാ ഇപ്പൊ തന്നെ ഫോൺ വന്നപ്പോഴാ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഫോണിൽ സംസാരിക്കുന്നത് രമേശ് ചേട്ടനും കേട്ടതല്ലേ? കേട്ട് ടൂറിസ്റ്റ് പ്ലേസിൽ വീടുണ്ടായാലുള്ള കുഴപ്പം ഇതാണ്. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും നാട്ടിലെ സകല ടീമും ഉടനെ ട്രെയിനിൽ കയറിയോ വണ്ടി പിടിച്ചോ പുറപ്പെട്ടോളും ഗോവയ്ക്ക്. വന്നു ന്യൂ ഇയറിന് ഗോവയിൽ വിദേശികളെക്കാൾ മലയാളികളാണ്. അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രമേശ് ചേട്ടന്റെ ജോലി ഗോവയിലായതുകൊണ്ടല്ലേ നമ്മൾ ഗോവയിൽ താമസിക്കുന്നത്. എന്ന് വെച്ച് നാട്ടുകാർക്ക് ടൂർ വന്നുകൂടായെന്നുണ്ടോ? അത്ര ദണ്ണമാണെങ്കിൽ രമേശ് ചേട്ടൻ അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കേ. അല്ല പിന്നെ നാട്ടുകാരെ പേടിച്ച് ഞാൻ എന്തിനാ ഓടുന്നത്? നീ ഓരോ അനാവശ്യ പരിപാടിക്ക് പോയതുകൊണ്ടല്ലേ ഈ ദുരിതങ്ങളെല്ലാം ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്. അതാണിപ്പോ നന്നായത്. സ്കൂൾ വിട്ട് 25 കൊല്ലത്തിന് ശേഷം നടത്തിയ റീയൂണിയൻ പ്രോഗ്രാമിന് പങ്കെടുത്തതാണോ എന്റെ കുഴപ്പം? ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇമാതിരി പ്രോഗ്രാമുകളൊക്കെ ഓരോ തലവേദന ആകുമെന്ന്. റീയൂണിയൻ, വാട്സപ്പ് ഗ്രൂപ്പ്, നൊസ്റ്റാൾജിയ, ഗുഡ് മോർണിംഗ്, ഗുഡ് നൈറ്റ് മെസ്സേജ്, മാങ്ങാത്തൊലി. എന്നാ പിന്നെ ഞാനിനി എല്ലാരോടും പറയാം, ഞാനിപ്പോ ഗോവയിലല്ല താമസിക്കുന്നത്, ഹിമാലയത്തിലാണെന്ന്. പോരെ? പ്രയോജനമില്ല. ഹിമാലയത്തിൽ രുദ്രാക്ഷം കിട്ടുമെന്ന് അന്വേഷിച്ച് വന്നോളൂ. അപ്പോഴും അതാ നാട്ടിലെ ടീംസ്. ശരി, എന്നാൽ രമേശ്വരൻ തന്നെ പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ തന്നെ എന്തെങ്കിലും വഴി കണ്ടെത്തി അവരുടെ വരവ് ബ്ലോക്ക് ചെയ്തേക്ക്. പിന്നെ ആ സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊക്കെ അങ്ങ് ലെഫ്റ്റ് അടിച്ചേക്ക്. അത്രയും തലവേദന കുറഞ്ഞു കിട്ടും. എടി മംഗളെ, നിനക്ക് ഉറക്കമൊന്നും വരുന്നില്ലല്ലോ. ക്ഷീണമോ ഉറക്കമോ തോന്നുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാറ് സൈഡാക്കി മുഖമൊക്കെ ഒന്ന് കഴുകിക്കോ, ഫ്രഷ് ആകും. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. നിനക്കറിയോ എത്ര വർഷത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നതെന്ന്? കല്യാണത്തിന് മുന്നേ ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയപ്പോൾ എൻ്റെ കൈ കാറിൻ്റെ സ്റ്റിയറിംഗ് അല്ല, വീടിൻ്റെ സ്റ്റിയറിംഗ് ആണ് വന്നത്. ഞാൻ കാർ ഓടിക്കുന്ന കാര്യം പോലും എൻ്റെ മക്കൾക്ക് അറിയുമെന്ന് സംശയമാണ്. കുടുംബമായി കഴിഞ്ഞാൽ എല്ലാവരുടെയും സ്റ്റോറി സെയിം ആണ്. ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, അങ്ങനെ അങ്ങ് പോവും.
ദേ അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്. തട്ടുകടയാണെന്ന് തോന്നുന്നു. കാറ് നിർത്തി കട്ടൻ കാപ്പി കിട്ടുമോ നോക്കാം അല്ലേ? ഇറങ്ങിക്കോ ശൈലേ, ഒന്ന് നടു നിവർത്തുകയും ചെയ്യാം. ചേട്ടാ, കട്ടൻ കാപ്പി ഉണ്ടോ? ഓ ഉണ്ടല്ലോ. എത്ര കാപ്പി? രണ്ടാ? കഴിക്കാൻ വല്ലതും വേണോ? നല്ല പരിപ്പോടെ തരട്ടെ. കട്ടനും പരിപ്പൂടെയും ആ സീനൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. കാപ്പി മാത്രം മതി ചേട്ടാ. ഇവരൊക്കെ മലയാളം പറയോ? ഇവരെല്ലാ ഭാഷകളും സംസാരിക്കും, ഹിന്ദി അടക്കം. ഇതൊക്കെ ട്രക്ക് ഡ്രൈവർമാരുടെ സ്റ്റോപ്പിംഗ് പോയിന്റുകളാ. ഇതാ മാഡം കാപ്പി. ആ താങ്ക്സ്. ശൈലേ, ചൂടാണ്. ആ കൊള്ളാം. അല്ല, ഇനി എത്ര ദൂരമുണ്ട് നമുക്ക് പോവാൻ? ഷോ, നീ ദൂരത്തിനെ പറ്റി വേവലാതിപ്പെടണ്ട. ഇനി വെറും 250 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ. മാക്സിമം 5 മണിക്കൂർ കൊണ്ട് നമ്മൾ സ്വപ്ന തീരം പിടിക്കും. പോരെ? മംഗളെ, ആ ലോറിക്കാര് മാത്രമല്ല, പോലീസുകാരും ഇവിടെ തന്നെയാ ചായ കുടിക്കാൻ വരുന്നത്. ಈ ಕಾರ್ನಲ್ಲಿರುವ ಪ್ರಯಾಣಿಗರು ಯಾರು? ಆ ಇಬ್ಬರು ಮಹಿಳೆ ಯಾರು? ಕಾಪಿ ಕುಡಿ ಉದ್ದಿತ್ತಾರೆ. ಅಯ್ಯೋ ದೇವರೇ, ಮಹಿಳೆಯರು ಕೂಡ ವಾಹನ ಕಳ್ಳತನ ಮಾಡ್ತಾರೆ. വാഹന കള്ളത്തനമാ? കടവുളെ, മോഷ്ടിച്ച കാറും കൊണ്ടാണോ കാപ്പി കുടിക്കാൻ വന്നത്? ശൈലേ, എന്തോ കുഴപ്പം മണക്കുന്നു. പോലീസും ചായക്കടക്കാരനും നമ്മളെയാണല്ലോ നോക്കുന്നത്. നോക്കൽ മാത്രമല്ല, ആ പോലീസ് നമുക്ക് നേരെയാ വരുന്നത്. എടീ, അറിയാതെ നീ ആരെയെങ്കിലും ഇടിച്ചിട്ടായിരുന്നോ? ഒന്ന് പോടി, നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. ಮೇಡಮ್, ಕಾರನ್ನ ಕೀಯನ್ನು ನನಗೆ ಗೊತ್ತು. ಪೊಲೀಸ್ ಜೀಪ್ ಹತ್ತು. ವೈ? ವಾಟ್ಸ್ ದ ಮ್ಯಾಟರ್? ಅದನ್ನು ಪೊಲೀಸ್ ಠಾಣೆಯಲ್ಲಿ ವಿವರಿಸುತ್ತೇನೆ. എന്തോന്നടി മംഗളെ ഈ പോലീസുകാരൻ പറയുന്നത്? കാറിന്റെ കീയും കൊടുത്ത് ജീപ്പിലോട്ട് കേറാൻ. അയ്യോ, ലുക്ക് പോലീസുകാരാ, നോ പോലീസ് സ്റ്റേഷൻ. ഗോവ, ഗോവ. വി ആർ ഗോയിങ് ടു ഗോവ. ഓക്കേ, പാടി വാടി, നമുക്ക് പോവാം. നിക്ക്, എന്തോ കുഴപ്പമുണ്ട്. തൽക്കാലം ഇവര് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതാണ് നല്ലത്. അതിന് ഇവർ ഒറിജിനൽ പോലീസുകാരാണെന്നതിന് എന്താ ഉറപ്പ്? അത് ന്യായമായ സംശയം. ചായക്കടക്കാരൻ അറിയാത്ത പോലീസുകാരും ഉണ്ടാവില്ലല്ലോ. ഞാൻ അയാളോട് തന്നെ ചോദിക്കട്ടെ. ചേട്ടാ, യു നോ ദിസ് ഓഫീസേഴ്സ്? പിന്നെ അറിയാതെ. കുന്താപുര പോലീസ് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ബൊപ്പണ്ണ സാറ്. നിങ്ങളുടെ മോഷണ പരിപാടി ഇന്ന് നിൽക്കും. താങ്ക് യു. പക്ഷേ മോഷണം നിങ്ങളുടെ അച്ഛൻ്റെ തൊഴിലാണ്. എന്താ? വാടി, ഇത് ഒറിജിനൽ തന്നെയാ. ബാക്കി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. എന്റെ ദൈവമേ, പോലീസ് സ്റ്റേഷനിലോ? എന്റെ വീട്ടുപറമ്പിന്റെ അതിർത്തി തർക്കത്തിന് പോലും പോലീസ് സ്റ്റേഷനിൽ ഞാൻ കയറിയിട്ടില്ല. വാർഡ് മെമ്പറെ വിളിച്ച ഒത്തുതീർപ്പാക്കിയത്. എന്നിട്ടിപ്പം എടി ശൈലേ, ജീവിതത്തിലെല്ലാം ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മുടെ ഭാഗ്യത്തിന് അത് കർണാടക പോലീസ് ആയെന്നേ ഉള്ളൂ. ഭാഗ്യോ? സർ, ഹിയർ ദ കീസ്. ಓಕೆ, ಪೊಲೀಸ್ ಜೀಪ್ ಹತ್ತಿ. ನಾಗಯ್ಯ, ಇಲ್ಲಿ ಕಾರ್ಗಿ. ಕಾರನ್ನು ತಿರುಗಿಕೊಂಡು ಜೀಪನ್ನು ಹಿಂಬಾಲಿಸಿ. ഓക്കെ സാർ. മംഗളെ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ടടി. നമ്മളെ ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തി ആ 2 പോലീസുകാരും പിന്നെയും ജീപ്പെടുത്ത് പുറത്തു പോയല്ലോ. ആ,
ഇവരുടെ മുകളിലുള്ള ഇൻസ്പെക്ടർ വന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ. അയാളിനി നാളെ രാവിലെ 8 മണിക്കേ വരുള്ളൂ. ഷോ, അപ്പൊ നമ്മൾ അറസ്റ്റിലാണോ? ഇനി ഫോട്ടോ ഒക്കെ എടുത്ത് പത്രത്തിലും ടിവിയിലും ഒക്കെ കൊടുക്കുമായിരിക്കും അല്ലേ? എടി, അറസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇതെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്തായാലും രാവിലെ ഇൻസ്പെക്ടർ വരട്ടെ, അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം. വേറെന്ത് വഴി? ಸೊಳ್ಳೆಗಳು ಕಚ್ಚಿದರೆ ಈ ವಸ್ತುವನ್ನು ಹತ್ತಿರ ಇದೆ. എന്തോന്നാ ഈ പോലീസുകാരി പറഞ്ഞത്? കൊതുക് കടിക്കുന്നുണ്ടേ, ദേ കത്തിച്ച് വെച്ച കൊതുകുതിരി അടുത്തേക്ക് വെച്ചോന്ന്. ഓ, എനിക്കതിന്റെ മണം പിടിക്കത്തില്ല. നോ പ്രോബ്ലം മാഡം, താങ്ക് യു. ഈ സ്റ്റേഷനിലുള്ളവർ ഇത്തിരി മര്യാദയുള്ളവരാന്നാ തോന്നുന്നത്. അതെന്താ? രാവിലെ നമ്മൾ പൈപ്പിന്റെ ചോട്ടിൽ പോയി മുഖം കഴുകി വന്നപ്പോഴേക്കും ദാണ്ടെ ഇന്നലത്തെ ആ പോലീസുകാരി ചായ ഇട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അതുകൊണ്ടാ. ഓ, അതാണോ? നിനക്കറിയാമോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ രാവിലെ എഴുന്നേറ്റ ഉടനെ വേറൊരാൾ എനിക്ക് ചായ ഇട്ട് തരുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ തന്നെ വേണം ചായ ഇടാൻ. കുടിച്ചു കഴിഞ്ഞെങ്കിൽ ഗ്ലാസ് താഴെ വെച്ചിട്ട് വാ. ഇൻസ്പെക്ടർ വന്നു എന്നാ തോന്നുന്നത്. ನಿನ್ನ ರಾತ್ರಿ ನೀವು ಹಿಡಿದ ಇಬ್ಬರು ಮಹಿಳೆಯಾರೇ ಎಲ್ಲಿದ್ದಾರಾ? ಈ 2 ಸಾರ್. ಹೌದು, ಬನ್ನಿ ಬನ್ನಿ ಮಹಿಳೆಯಾರೇ. ನೀವು ವಾಹನ ಕಳ್ಳತನ ಮಾಡಲು ಪ್ರಾರಂಭಿಸುತ್ತಾಗ? സർ, ദിസ് ഈസ് മൈ ഓൺ കാർ, നോ തെഫ്റ്റ്. വി ആർ നോട്ട് ദാറ്റ് ടൈപ്പ് ലേഡീസ്. ನೋ, ವಿ ಗಾಟ್ ಕರೆಕ್ಟ್ ಇನ್ಫರ್ಮೇಷನ್ ವಿತ್ ನಂಬರ್ ಆ್ಯಂಡ್ ಮಾಡೆಲ್. ಬಪ್ಪಣ್ಣ, ಬ್ರಿಂಗ್ ದಟ್ RC ಬುಕ್ ಆ್ಯಂಡ್ ಆಲ್. ಡಾಕ್ಯುಮೆಂಟ್ಸ್ ಇಲ್ಲಿ ಸರ್. ಅನ್ಸಿ ಪುಸ್ತಕದಲ್ಲಿ ಮಾಲಿಗಾರ ಹೆಸರು ಮರುದು ಪಾಂಡಿ. നോ നോ, RC ഓണർ നെയിം മനീഷ്. മനീഷ്, ആൻഡ് ദാറ്റ് ഇസ് മൈ ബ്രദർ. Manisha? No, it is Maruda Pandi. 1 minute, sir. 1 minute. I will call my brother. എന്തുവാടി ഈ പ്രശ്നം? ഇനിയിപ്പോ നിന്റെ അനിയൻ വരേണ്ടി വരുമോ? ഓ, ഇവന്മാര് പറയുന്നത് ഏതോ മരുതു പാണ്ടിയുടേതാണ് ഈ കാറെന്ന്. അത് നമ്മൾ മോഷ്ടിച്ചെന്ന്. ഷോ ദൈവമേ, ഇനി അറസ്റ്റ് ചെയ്ത് കോടതി കൊണ്ടുപോവല്ലേ? ഷോ, ഒന്ന് പേടിക്കാതിരിക്കും. മനേഷിനെ വിളിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. Madam, ನಿನ್ನ ಹೆಸರೇನು? Where are you from? സർ, മൈ നെയിം ഈസ് മംഗളാദേവി. വി ആർ ഫ്രം കേരള. മംഗളാദേവിയാ? നിന്റെ പേര് കേട്ടിട്ടെന്താ ഇൻസ്പെക്ടർ വാ വിളിക്കുന്നത്? ഈ പേര് ഇതുവരെയും കേട്ടിട്ടില്ലേ? ദയവിട്ട് കുളിത്തുകൊള്ളി മാഡം. ഏ ബൊപ്പണ്ണ, ഇല്ലി വാരോ. പോലീസ് സ്റ്റേഷനിൽ കുളിക്കാനൊക്കെ സൗകര്യമുണ്ടോ? എടി പൊട്ടി, കുളിക്കാനല്ലടി, ഇരിക്കാൻ പറഞ്ഞതാ. എങ്കിൽ നമുക്ക് ഇരിക്കാം. അവര് സംസാരിക്കട്ടെ, അതിനിടയിൽ ഞാൻ മനീഷിനെ വിളിക്കാം. അവൻ എപ്പോഴാണ് മരുതു പാണ്ടിയെന്ന് അറിയണമല്ലോ. എൻ്റെ ദൈവമേ, നാട്ടുകാർ മൊത്തം ഗോവയിൽ വന്ന് റൂം എടുത്തെന്നാ തോന്നുന്നേ. 10-12 ഹോട്ടലായി കയറി ഇറങ്ങുന്നു, ഒരിടത്തും മുറി ഒഴിവില്ല. ഇതേതാ ഹോട്ടല്? ആർക്കെയോ? ആ, ഇവിടെ കൂടി നോക്കാം. എക്സ്ക്യൂസ് മീ, ക്യാൻ ഐ ഗെറ്റ് എ റൂം? സോറി സർ, ഓൾ ബുക്ക്ഡ്. ഛേ, ഇവിടെയില്ല. അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലേക്ക് തന്നെ പോയാലോ? വേറൊരാൾ കൂടെ വന്നല്ലോ. റൂമായിരിക്കും തിരക്കുന്നത്. ഒരു ഡബിൾ റൂം. സോറി, നോ റൂം സർ. ഷേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഒരിടത്തും റൂമില്ല. ഹേ ബ്രോ, നിങ്ങൾ മലയാളിയാണോ? അതെ.
ഞാൻ പുലർച്ചെ മുതൽ മുറിയും തിരക്കി നടക്കുക. ഒരിടത്തും ഒഴിവില്ലാന്ന ഒരേ പല്ലവിയാ. ഹ, ഞാനും അതെ. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിൽക്കുമായിരുന്നു. സർ 1 മിനിറ്റ്. ആ? ഇന്നലെ രാത്രി ചെക്ക് ഇൻ ചെയ്യേണ്ട ഒരു റൂമുണ്ട്. 2 ലേഡീസ് ബുക്ക് ചെയ്തതാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. തൽക്കാലം നിങ്ങൾക്ക് 2 ആൾക്കും കൂടി ഫ്രഷ് ആവാൻ ഞാൻ ആ റൂം തരട്ടെ? ഹോ, വലിയ ഉപകാരം സുഹൃത്തെ. ബ്രോ, ഓ. നമ്മൾ ഒരുമിച്ച് റൂം എടുത്താൽ ഇവർ മുറി തരാമെന്ന്. ആ, ആയിക്കോട്ടെ. അല്ല, ഇനി മുറി ബുക്ക് ചെയ്ത പെണ്ണുങ്ങൾ വന്നാലേ നമ്മളെ ഇറക്കി വിടുമോ? ആ, അതപ്പം നോക്കാം. ട്രെയിനിൽ എൻ്റെ ഉറക്കം ഒട്ടും ശരിയായില്ല. പെട്ടെന്നായിരുന്നു ഗോവ യാത്ര പ്ലാൻ ചെയ്തതേ. ഞാനും അതെ. എൻ്റെ ഭാര്യയെ ഇൻഷുറൻസ് ഏജൻറ്റുമാരുടെ സമ്മേളനം എന്ന് പറഞ്ഞ് പോയേക്കുവാ 4 ദിവസത്തേക്ക്. ആ ചാൻസിന് ഞാൻ ഗോവയ്ക്ക് ട്രെയിൻ കയറി. കൊള്ളാമല്ലോ. എൻ്റെ കാര്യം ഏതാണ്ട് അങ്ങനെ തന്നെ. എൻ്റെ വൈഫ് അവളുടെ ഫ്രണ്ടിനെയും അമ്മായിയമ്മയും കൂട്ടി ചോറ്റാനിക്കര അമ്പലത്തിൽ ഭജനയിരിക്കാൻ പോയതാ. ഹാ, അത് നന്നായി. അവർ നല്ലവണ്ണം പ്രാർത്ഥിച്ച് പുണ്യം നേടി വരട്ടെ, അല്ലേ? ബൈ ദ ബൈ, എൻ്റെ പേര് വിനോദ്. ഞാൻ ദിലീപ്. ആ, ദാ റൂമിൻ്റെ താക്കോല് കിട്ടി. ബാഗ് എടുത്തോ, നമുക്ക് റൂമിലേക്ക് പോവാം. ആ, ശരി. ഫ്രഷായി പുറത്തിറങ്ങിയാലേ ആദ്യം പൂക്കളൊക്കെയുള്ള ഷർട്ട് കിട്ടുന്ന കടയിലേക്ക് പോകണം. അത് ശരിയാ. ഗോവയിൽ വന്ന ഒരു വൈബ് കിട്ടണമെങ്കിലേ പൂക്കളർ ഷർട്ട് തന്നെ ഇടണം. ദയവിട്ടു കലകെ ഇല്ലി മേഡം. ശൈല, ഇറങ്ങിക്കോളാൻ പറയുന്നു. ആ, നമ്മൾ ബസ് സ്റ്റാൻഡിലെത്തി. ಓ ಎಲ್ಲ ಅನನುಕೂಲೆಯ ಗಾನತ್ತಾನೆ ನಾನು ವಿಷಾದಿಸುತ್ತೇನೆ. ಓಕೆ ಓಕೆ, ನೋ ಪ್ರಾಬ್ಲಮ್. ಥ್ಯಾಂಕ್ ಯು. ನಾನು ನಿಮಗೆ ಟ್ಯಾಕ್ಸಿ ವ್ಯವಸ್ಥೆ ಮಾಡಬಹುದೇ? ನೋ ನೋ, ಥ್ಯಾಂಕ್ ಯು. ವಿಲ್ ಕ್ಯಾಚ್ ಎ ಬಸ್. ಥ್ಯಾಂಕ್ ಯು ಸರ್. ಓಕೆ ಓಕೆ, ಬೈ ಮೇಡಮ್. ബൈ ബൈ. ഹോ, ദാ പോലീസ് ജീപ്പ് പോയി. ഗോവയിലേക്ക് കാറും എടുത്ത് വന്നിട്ട് ദാ ഇപ്പൊ കുന്താപുര ബസ് സ്റ്റാൻഡിൽ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നു. മൊത്തം കോമഡി ആയിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹ, കോമഡിയോ? പോലീസ് സ്റ്റേഷനിൽ കയറിയതാണോ കോമഡി? അല്ല, ഈ പോലീസ് സ്റ്റേഷനിൽ ശരിക്കും എന്താ സംഭവിച്ചത്? നിന്റെ പേര് കേട്ടതോടെ കാറ് മോഷണം ആവിയായിപ്പോയോ? അത് പറയാം. ശരിക്കുവേ എൻ്റെ അനിയൻ പറ്റിച്ച പണിയായത്. അവൻ വീട്ടിൽ കാറിട്ട് ചെന്നൈക്ക് തിരികെ പോയെന്ന് പറഞ്ഞില്ലേ? ആ, അതുകൊണ്ടല്ലേ നീ കാറും എടുത്തിറങ്ങിയത്? അതെ, പക്ഷെ അവനെ ഓൺലൈനിൽ ആ കാറിന്റെ പടം ഇട്ട് ഓൾറെഡി വിറ്റിരുന്നു. ഓ, അപ്പൊ ഈ കാറ് വാങ്ങിയ ആളായിരിക്കണം മരുതുപാണ്ടി. അതെ, കാർ ഇരിക്കുന്ന ലൊക്കേഷൻ അവൻ മരുതുപാണ്ടിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെയാണ് മരുതുപാണ്ടി കാർ എടുക്കാൻ വന്നത്. കാറ് കാണാതായപ്പോ അയാള് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. ബെസ്റ്റ്. പോലീസ് ആവട്ടെ കാറിലെ GPS വെച്ച് നമ്മളെ ട്രേസും ചെയ്ത്. നിന്റെ അനിയനാള് കൊള്ളാം. ഈ വിവരം നിന്നോടെങ്കിലും പറയണ്ടേ? എടി, അവന് വേണ്ടത് ഞാൻ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല, ഈ ഇൻസ്പെക്ടർക്ക് എന്താ പെട്ടെന്ന് ബഹുമാനം തോന്നാൻ കാരണം? എടി, ഇൻസ്പെക്ടർക്കേ ഈ അടുത്താണ് കൊച്ചുണ്ടായത്. ഓ, അതും ഒരുപാട് പ്രാർത്ഥനകൾക്ക് ശേഷം. അയാളും ഭാര്യയും കൂടി മംഗലാപുരത്തെ മംഗളാദേവി ക്ഷേത്രത്തിൽ പോയി തൊഴുതതിന് ശേഷമാണത്രേ അയാൾക്കൊരു പെൺകുഞ്ഞുണ്ടായത്. പെട്ടെന്ന് എൻ്റെ പേര് കേട്ടപ്പോൾ അയാളങ്ങ് സെന്റിമെന്റലായിപ്പോയി. പിന്നെ മനീഷിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയറായി. ഹാ, പക്ഷെ നമ്മുടെ 1.5 ദിവസം പോയി കിട്ടി. അല്ല, ഗോവയിലെ നമ്മുടെ ഹോട്ടൽ ബുക്കിംഗ് നമ്മൾ ചെല്ലാത്തതിനാല് ക്യാൻസലായി കാണത്തില്ലേ? അത് ക്യാൻസലായി കാണും. അപ്പൊ നമുക്ക് നിഷയുടെ വീട്ടിലേക്ക് വിട്ടാലോ? ഓഹ്, മറന്നു. രാവിലെ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങൾക്കിടയിലേ നിഷയുടെ മെസ്സേജ് വന്നിരുന്നു. മെസ്സേജോ? എന്താ അതിൽ പറയുന്നേ? ദാ, ഇതാ മൊബൈല്.
നീ തന്നെ വായിച്ചു നോക്ക്. എവിടെ നോക്കട്ടെ. നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. അയ്യോ, നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അവൾ നാട്ടിലേക്ക് വന്നോ? ശേ, കഷ്ടായി. ശരിക്കും റോങ് ടൈമിലാണ് നമ്മൾ ഗോവ യാത്ര പ്ലാൻ ചെയ്തതെന്ന് തോന്നുന്നു. എൻ്റെ ശൈലേ, നീ മെസ്സേജ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. നമ്മൾ ഗോവയിലില്ല, നാട്ടിലേക്ക് പോയി, പിന്നെ എപ്പോഴെങ്കിലും കാണാം. എന്താ കുഴപ്പം? അപ്പൊ എന്താണെങ്കിലും അവള് ഗോവയിലെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ മെസ്സേജോ? ഗോവയിലില്ലാത്ത നാട്ടിലേക്ക് വന്ന ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ നാട്ടിലേക്ക് വന്നു എന്നാണ് ടൈപ്പ് ചെയ്യുക. നാട്ടിലേക്ക് പോയി എന്നല്ല. പോവുക, പോവുന്നു, പോയി എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ എത്തിച്ചേർന്നിടത്തു നിന്ന് പ്രയോഗിക്കില്ല. കൊള്ളാം. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം മലയാളത്തിൽ നിന്നേക്കാൾ മാർക്ക് നിഷയ്ക്കായിരുന്നു. എടി, മാർക്കിൽ വലിയ കാര്യമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവളേക്കാൾ ജീവിതം കണ്ടത് ഞാനാണ്. അത് നീ തന്നെ. അവൾ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടാവില്ല. എന്റെ ശൈലേ, പോലീസ് സ്റ്റേഷനിൽ കയറുന്നത് തെറ്റാണെന്നും മാനസിക സ്ഥിതി ആദ്യം മാറ്റണം. ആവശ്യം വന്നാൽ പോലീസ് സ്റ്റേഷനിലോ കളക്ടറുടെ ഓഫീസിലോ കയറണം. അല്ലാതെ എല്ലാത്തിനും അതിർവരം വിട്ട് മുട്ടിടിച്ചോണ്ടിരുന്ന ഈ കാലത്ത് പറ്റില്ല. ഇത് 2026. സമ്മതിച്ചു. 2026 നമ്മുടെ അടുത്ത പരിപാടി എന്താണാവോ? അത് പറ. അത് പറയാനൊന്നുമില്ല. ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം തുടരുക തന്നെ. കാറ് പോയെങ്കിലും കാൽനടയായി ഗോവയ്ക്ക് പോകാനൊക്കില്ലല്ലോ. അതില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ എൻക്വയറി കൗണ്ടറിൽ ചെന്ന് ഗോവയ്ക്കുള്ള അടുത്ത ബസ്സിന്റെ ടൈം ചോദിക്കും. കിട്ടിയതൊരു തുക്കട ലോഡ്ജായിരുന്നെങ്കിലും ഒന്ന് കുളിച്ച് ആഹാരവും കഴിച്ചപ്പോഴാണ് ശരിക്കും ഒന്ന് ഉഷാറായത്. പോലീസ് സ്റ്റേഷനിലെ കൊതുക് കടി ഇത്തിരി കടുപ്പമായിരുന്നല്ലോ. അതൊക്കെ കഴിഞ്ഞില്ലേ? നമ്മളിപ്പതാ ലോക പ്രശസ്തമായ ഗോവയിലെ ബീച്ചിലെത്തിരിക്കാം. ഇനി കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ നടക്കാം. എന്താ? മംഗളെ, എന്തോരം ജനങ്ങളാ! ആടി, ഇത് ഉത്സവോ? ഇത് പൊങ്കാലയോ? ഈ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കാതെ ബീച്ചും തേടി നടക്കുകയാണോ? അതാടി ട്രെൻഡ്. നാട്ടുകാരൊക്കെ ഇന്റർനാഷണൽ ടൂർ അടിക്കുന്ന സമയത്ത് നമ്മൾ ഇതെങ്കിലും ഒപ്പിച്ചല്ലോ. അത് ശരിയാ. ഇവിടെ വന്ന് നേരിൽ കണ്ടപ്പോഴാണ് ഈ ബീച്ചിന്റെ ഭംഗി മനസ്സിലാക്കാൻ സാധിച്ചത്. താങ്ക് യു മംഗളെ. നോ നോ നോ, നീ നിന്നോട് തന്നെയാണ് നന്ദി പറയേണ്ടത്. നീ സ്വയം നിനക്കനുവദിച്ച ചെറുതെങ്കിലും പ്രഷ്യസ് ആയിട്ടുള്ളൊരു വെക്കേഷൻ അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് സ്വയം നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ ദാ ഈ വേവിച്ച കടല കഴിക്കും. സ്പൈസിയാണിത്. കൊള്ളാം. തിരിച്ചു പോവാൻ നേരം കുറച്ച് വാങ്ങിച്ചാൽ കുട്ടികൾക്കും കൊടുക്കായിരുന്നു. അത് പിന്നെ ആലോചിക്കാം. ഇപ്പൊ വാ, ഈ തിരയിലിറങ്ങി കാലൊന്ന് നനച്ചാലോ? നീ നോക്കിയേ, ഒരു ഉഗ്രം തിര അടിച്ചു കയറി വരുന്നുണ്ട്. ഇത് കൊള്ളാം. വെള്ളത്തിലോട്ട് അധികം ഇറങ്ങണ്ട കേട്ടോ. എനിക്ക് നീന്തലൊക്കെ അറിയാം മോളെ. ഇത് സൂക്ഷിച്ച്, ഇത് അമ്പലക്കുളമല്ല, ഗോവൻ ബീച്ചാണ്. എന്താ ശൈല നീ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, നേരത്തെ കടല തിന്നുമ്പോ കുട്ടികളെ ഓർത്തോണ്ടാണോന്നറിയില്ല. എന്തേ? ദാ കൊറേ അപ്പുറത്ത്
പൂക്കളൊക്കെ ഉള്ള ഷർട്ടിട്ട ഒരാള്. ഒറ്റ നോട്ടത്തെ എന്റെ ഭർത്താവ് വിനോദേട്ടനെ പോലെ തന്നെ. എവിടെ നോക്കട്ടെ. ദാ അവിടെ കുറെ സായിപ്പന്മാരും മദാമ്മമാരും മണലില് വെയില് കാഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ? ആ, അതിന്റെ അടുത്ത്. ആ, കണ്ടു കണ്ടു. അത് നിന്റെ വിനോദേട്ടനാണോന്ന് എനിക്കറിയില്ല. പക്ഷേ ഒപ്പം നിന്ന് തിര വരുമ്പോ ചാടി കളിക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം. നിനക്കറിയാവുന്നോ? ആ, അതാരാ? അതെ, എന്റെ ഭർത്താവ് ദിലീപേട്ടനാണ്. ദിലീപേട്ടനോ? ഇവിടെയോ? അതെങ്ങനെ? എങ്ങനെ എത്തിയെന്നത് നമുക്കല്പം അങ്ങോട്ട് മാറി നിന്ന് ആലോചിക്കാം. ഈ പാവുഭാജി കടയുടെ മറവിലേക്ക് നിൽക്കാം. അബദ്ധത്തിലെങ്ങാനും ഇങ്ങോട്ട് നോക്കിയാ അവരും നമ്മളെ കാണണ്ടല്ലോ. ഇതിപ്പോ കടുവേ കിടുവ പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഹോ, ഈ രണ്ട് കിടുവകളും തമ്മിൽ പരിചയമുണ്ടോ? എന്തോന്ന്? അതല്ല, നമ്മുടെ ഭർത്താക്കന്മാര് ഫ്രണ്ട്സ് ആണോന്ന്. ഏയ്, ഒരു ചാൻസും ഇല്ല. മംഗളെ, നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോയാലോ? എനിക്ക് പേടിയാവുന്നു. എന്തിന് തിരിച്ചു പോണം? അതല്ല, അവരെങ്ങാനും നമ്മളെ ഇവിടെ വെച്ച് കണ്ടാലോ? പിന്നെ തീർന്നു. ഒന്നും തീരാൻ പോണില്ല. നമ്മളെ അവര് കണ്ടാൽ അവരെ നമ്മളും കാണില്ലേ? പക്ഷെ അത് വ്യത്യാസമില്ലേ? ഒരു വ്യത്യാസവും ഇല്ല. നമ്മൾ കള്ളം പറഞ്ഞിട്ടല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവരെ നമ്മൾ വീട് ഏൽപ്പിച്ചിട്ടല്ലേ ഇറങ്ങിയത്, അല്ലേ? അപ്പൊ അവര് കാണിച്ചതും കള്ളത്തരല്ലേ? അയ്യോ, പക്ഷെ ആണുങ്ങൾക്ക് പല ന്യായങ്ങളും കാണും. നമ്മൾ അവിടെ ഇല്ലാത്തതിനാല് അവര് പുറത്തിറങ്ങിയെന്നോ യാത്ര പോയെന്നോ ഒക്കെ പറയും. കൊള്ളാം. ശൈല ഇപ്പോൾ ചെയ്യുന്നത് ആണുങ്ങൾക്കുള്ള ന്യായീകരണങ്ങൾ ഒരു സ്ത്രീയായ ശൈല തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്ര കാലത്തിനിടയ്ക്ക് ആദ്യമായൊരു യാത്ര ചെയ്യാൻ തോന്നിയ ശൈലയ്ക്ക് ഉള്ളിൽ അത് തെറ്റാണെന്നൊരു കുറ്റബോധമാണ് ഉള്ളത്. എന്റെ മംഗളെ, എനിക്ക് നിന്റെ അത്ര ധൈര്യമില്ലടി. സമ്മതിച്ചു. എടി, അങ്ങനെ സമ്മതിച്ച് കീഴടങ്ങുകയല്ല വേണ്ടത്. ഒരു ചെറിയ കള്ളം പറഞ്ഞ് നീ ഒരു ട്രിപ്പ് അടിച്ചു, ശരി തന്നെ. അതൊരു തല പോകുന്ന കാര്യമൊന്നുമല്ല. അതാദ്യം സ്വയം പറഞ്ഞ് ബോധ്യപ്പെടുത്ത്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവമേ, ഇനി എന്തൊക്കെ പുകിലാണോ ഉണ്ടാവാൻ പോകുന്നത്? പുകിലും പുക്കാറും ഒന്നും ഉണ്ടാവില്ല. നീ ഒന്ന് ധൈര്യമായിട്ടിരിക്കേ. നമുക്ക് വേഗം ലോഡ്ജിൽ പോയി ബാഗ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടാലോ? നാട്ടിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ ട്രെയിൻ പിടിക്കാം. വിനോദേ, നിങ്ങളുടെ ഭാര്യയ്ക്ക് സമ്മേളനത്തിനും എൻ്റെ ഭാര്യയ്ക്ക് അമ്പലത്തിലും പോകാൻ തോന്നിയത് നന്നായി, അല്ലേ? ശരിയാ ദിലീപേ, അല്ലെങ്കിൽ നമുക്കിവിടെ എത്താൻ പറ്റില്ലായിരുന്നല്ലോ. ഗോവ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. എല്ലാ രാജ്യത്തു നിന്നും സന്ദർശകർ ഇഷ്ടം പോലെ എത്തിയിട്ടുണ്ട്. അതെ, എല്ലാ കാഴ്ചയും കണ്ട് എൻജോയ് ചെയ്ത് പതുക്കെ തിരികെ പോയാൽ മതി നമുക്ക്. അതെ അതെ. ഒരു മിനിറ്റേ, എൻ്റെ പോക്കറ്റിൽ കിടന്ന് മൊബൈൽ കുറേ നേരമായിട്ട് അടിക്കുന്നു. ആരാന്ന് നോക്കട്ടെ. ഓ, ഇത് ഭാര്യയാ. ഇവളിപ്പോൾ എന്തിനാ വിളിക്കുന്നേ? ഞാൻ എടുക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ ഫോണും അടിക്കുന്നല്ലോ, ആരാണാവോ? എന്നെയും വിളിക്കുന്ന ഭാര്യ. ഇതാ ഇവരുടെ കുഴപ്പം. ആവശ്യമില്ലാതെ ഇടയ്ക്കിടെ വിളിച്ചുകൊണ്ടിരിക്കും. കട്ട് ചെയ്തേക്കാം. അത് തന്നെ, ഓണത്തിനിടയിൽ ആ പൊട്ടുകച്ചവടം. ഈ ഭാര്യമാരുടെ ഒരു കാര്യം. വിനോദിനറിയോ, ഗോവയിൽ വേറെയും ബീച്ചുകളുണ്ട്. ഒന്നിനൊന്ന് മെച്ചമാണത്രേ. ആണോ? നമുക്ക് എന്നാൽ എല്ലാ ബീച്ചും കാണാം.
വന്ന സ്ഥിതിക്ക് സംഗതി അടിപൊളി ആവട്ടെ. എന്താ? എഗ്രീഡ്. എന്താ വാട്സാപ്പിൽ മെസ്സേജോ? നോക്കട്ടെ. എൻ്റെ ഫോണിലേക്കും ഭാര്യയുടെ വക മെസ്സേജ് ഉണ്ട്, നോക്കട്ടെ. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ ഇതെനിക്ക് ഭാര്യ വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു. അതെങ്ങനെ പറ്റും? നമ്മൾ ഈ ഗോവ ബീച്ചിൽ നിൽക്കുന്നതോ? എവിടെ? നോക്കട്ടെ. ഇതാ നോക്ക്, ഇപ്പം എടുത്ത പോലുണ്ട്. ശരിയാണല്ലോ, നമ്മൾ ഗോവ ബീച്ചിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ നാട്ടിലുള്ള നിങ്ങളുടെ ഭാര്യയ്ക്ക് എങ്ങനെ കിട്ടി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ആട്ടെ, നിങ്ങൾക്ക് എന്താ മെസ്സേജ് ഒന്നെന്ന് പറഞ്ഞില്ലേ? ഒന്ന് നോക്കിക്കേ. ദൈവമേ, സെയിം ഫോട്ടോ ദേ എനിക്കും അയച്ചിരിക്കുന്നു. ഒപ്പം ഭാര്യയുടെ വോയിസ് മെസ്സേജും ഉണ്ട്. എന്തുവാ? വിനോദേട്ടാ, നിങ്ങൾ വീട്ടിലില്ലേ? നിങ്ങളും വേറൊരാളും ഏതോ ബീച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ദാ ഇപ്പൊ എന്റെ മൊബൈലിലേക്ക് ആരോ അയച്ചിരിക്കുന്നു. ശരിക്കും വിനോദേട്ട വീട്ടിലില്ലേ? അയ്യോ, കുഴപ്പമായല്ലോ. ഇനി എന്ത് ചെയ്യും? നിങ്ങളുടെ ഫോണിൽ വോയിസ് വന്ന് കാണുമല്ലോ. നോക്കട്ടെ. ആ, ഉണ്ട്. ഒരു വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്യാം. ദിലീപേട്ടാ, നിങ്ങൾ ഇത് എവിടെയാ? ബീച്ചിലാ? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. നമ്മൾ എവിടെയുണ്ടെന്ന് അറിയുന്ന, നമ്മുടെ ഭാര്യമാരെ ശരിക്കും അറിയുന്ന ആരോ ആണ് ഈ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചിരിക്കുന്നത്. ആരായിരിക്കും അത്? പരിചയമുള്ള ആരോ ആണ് പണി പറ്റിച്ചിരിക്കുന്നത്. ചുറ്റും നോക്കിയേ, നാട്ടുകാരെങ്കിലും അടുത്തുണ്ടോന്ന്. ഇത്രയും വലിയ ആൾക്കൂട്ടത്തിനിടയ്ക്ക് ആരെ എങ്ങനെ കണ്ടുപിടിക്കാനാ? എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. വല്ലാത്ത ചതിയായി പോയല്ലോ. ആ, ഒരു ഐഡിയ ഉണ്ട്. AI ഉപയോഗിച്ചേ ആരോ ഫോട്ടോ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് പറഞ്ഞാലോ? അതേക്കുമെന്ന് തോന്നുന്നില്ല. ഉറപ്പുവരുത്താനേ അവർ വീഡിയോ കോൾ ചെയ്യാൻ പറയും. അയ്യോ, എങ്കിൽ നല്ല കോളാവും. എന്തേലും ഒരു പോംവഴി കണ്ടുപിടിക്കണമല്ലോ, അല്ലെങ്കിൽ കള്ളി ഫുള്ള് വെളിച്ചത്താവും. ഛേ, നല്ല രസമായിട്ട് വന്നതായിരുന്നു, എല്ലാം ആവിയായിപ്പോയി. ബാ, നമുക്ക് അങ്ങോട്ട് മാറിയിരുന്ന് വല്ല ഐഡിയ ആലോചിക്കാം. മംഗളെ, നിന്റെ ഐഡിയ വർക്കായ മട്ടുണ്ട്. ദാ രണ്ടുപേരും ഒന്ന് ഞെട്ടിയതാ തോന്നുന്നേ. ഞെട്ടണമല്ലോ, കാരണം ഐഡിയ എന്റേതല്ലേ. അതെ, അവരെന്തെങ്കിലും പോംവഴി ആലോചിക്കുന്നതിന് മുമ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എടുക്കണം. അതാലോചിക്ക്. ആ, അത് ശരിയാ. നമ്മളെക്കാൾ മുന്നേ അവര് സ്റ്റെപ്പ് എടുത്താ നമ്മൾ പൊളിയും. ഒരു കാര്യം ചെയ്യും, നീ വേഗം വിനോദേട്ടനെ വിളിക്ക്. വിളിച്ചാലും ഫോൺ എടുക്കില്ലല്ലോ, പിന്നെന്തിനാ? എടീ, നേരത്തെ ആയിരുന്നു എടുക്കാത്തത്, ഇനി ആദ്യം റിങ്ങിൽ തന്നെ എടുക്കും. നീ വിളിക്ക്. ശരി, ഇല്ല, പക്ഷെ വിളിച്ചിട്ട് ഞാൻ എന്താ പറയേണ്ടത്? നീ അതും കൂടെ പറഞ്ഞതാ. ദേ വിനോദേ, നിങ്ങളുടെ ഫോൺ അടിക്കുന്നു. അയ്യോ, ഭാര്യയാണല്ലോ വിളിക്കുന്നത്. എടുത്താ കുഴപ്പമാവോ? എടുക്കാതിരുന്ന അതിലും വലിയ കുഴപ്പമാവും. പെട്ടെന്ന് എടുക്ക്. ഹലോ ഷൈലേ, എന്തു പറ്റി? സമ്മേളനമൊക്കെ നല്ലപോലെ നടക്കുന്നില്ലേ? അതൊക്കെ അതിന്റെ പാട്ടിന് നടക്കും. വിനോദേട്ട ഇപ്പൊ എവിടാ ഉള്ളത്? സത്യം പറ. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിപ്പോ ഗോപാലേട്ടൻ്റെ ചായക്കടയുടെ അടുത്തേ ഒരു ചായ കുടിച്ചോണ്ട് നിൽക്കുക. സത്യമാണോ? വിനോദേട്ടന് അപകടമൊന്നും പറ്റിയിട്ടില്ലല്ലോ? എന്തപകടം? ഓ, നീ നേരത്തെ കിട്ടിയ ഫോട്ടോ ഓർത്ത് ചോദിച്ചതാണോ? അത് നിന്നെ കബളിപ്പിക്കാൻ ആരോ AI ഫോട്ടോ അയച്ചതായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഷോ,
എന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ട്. നേരത്തെ ഫോട്ടോ അയച്ച അതേ നമ്പറിൽ നിന്ന് തന്നെ എനിക്കൊരു കോള് വന്നു. അതാ ഞാൻ വിനോദേട്ടനെ വിളിച്ചു നോക്കിയത്. കോളോ? ആ, എന്നിട്ട് നിന്നോട് എന്ത് പറഞ്ഞു? എന്നോട് പറഞ്ഞത് വിനോദേട്ടനെ ഗോവയിലേക്ക് തട്ടിക്കൊണ്ട് വന്നതാണെന്നും തിരികെ വേണമെങ്കിൽ 5 ലക്ഷം രൂപ കൊടുക്കണമെന്നും. തട്ടിക്കൊണ്ട് വന്നോ? ആ, ഗോവയിലേക്കോ? നല്ല തമാശ. എന്നെ ആരും തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നുമില്ല. ഞാനും പറഞ്ഞു അവരോട് എൻ്റെ ഭർത്താവ് നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. ആ, അത് തന്നെ. അതാണല്ലോ സത്യവും. അപ്പൊ അവര് പറയുക തെളിവിന് വേണ്ടിയിട്ടാണ് പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ട് ഗോവ ബീച്ചിൽ നിൽക്കുന്ന ഫോട്ടോ അയച്ചെന്ന്. എടി മണ്ടി, തട്ടിക്കൊണ്ടുപോയി ആരെങ്കിലും ബീച്ചിലൊക്കെ കൊണ്ടുപോവോ? തട്ടിക്കൊണ്ടുപോയാൽ നമ്മളെ അവരൊരു കസേരയിൽ ചേർത്ത് കെട്ടി ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിടുകയല്ലേ ചെയ്യുക? അയ്യോ, ചേട്ടൻ അങ്ങനെ കെട്ടിയിടുകയാണോ ചെയ്തത്? ഛേ, എന്നെ ചെയ്തു എന്നല്ല. നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ആ, അതുപോലെ ആയിരിക്കും. നിനക്ക് അവന്മാരോട് ചോദിക്കാൻ മേലായിരുന്നോ? ഞാൻ ചോദിച്ചു ഗോവയിലേക്കൊക്കെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുമോന്ന്. ഹാ, മിടുക്കി. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? അവര് പറയുവാ അവര് കിഡ്നാപ്പ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അതൊരു മെമ്മറബിൾ അനുഭവമാക്കാൻ വേണ്ടിയിട്ടാ അങ്ങനെ ഓരോരോ ടൂറിസ്റ്റ് പ്ലേസുകൾ തിരഞ്ഞെടുക്കുന്നതെന്ന്. ചേടാ, അവന്മാർ കൊള്ളാലോ. തൽക്കാലം എനിക്കൊരു കുഴപ്പമില്ലെന്ന് എൻ്റെ സംസാരത്തിൽ നിന്ന് നിനക്ക് മനസ്സിലായല്ലോ. നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം. സംഗതി ആകെ കൈവിട്ട് പോകുന്ന സ്ഥിതിയാണല്ലോ. നമ്മളെ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്. കേട്ടു. ഇത് ശരിക്കും നമ്മളെ നമ്മുടെ കുടുംബത്തെ അറിയുന്ന ആരോ വിദഗ്ധമായിട്ട് കളിക്കുന്ന കളിയാ. എൻ്റെ സംശയം അതല്ല. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഭാര്യമാരുടെ ഫോൺ നമ്പർ സഹിതം അറിയുന്നയാളെന്ന് പറയുമ്പോൾ എന്തോ എനിക്കത്ര കണക്റ്റ് ആവുന്നില്ല. എന്തോ എവിടെയോ ഒരു വശപ്പിശകുണ്ട്. വീണ് കിട്ടിയ ഒരു ഗോവൻ ട്രിപ്പ് ഇങ്ങനെ ആകുമെന്ന് ഓർത്തില്ല. ദേ, നിങ്ങളുടെ ഫോണും അടിക്കുന്നു. ഭാര്യ ആയിരിക്കും. എടുക്ക്. തന്നെ. മംഗളെ, എന്തു പറ്റി? ദിലീപേട്ടാ, ആ ദാ ഇപ്പൊ എനിക്കൊരു കോള് വന്നു. ഉം. എന്നിട്ട് പറയാ എന്നെ തട്ടിക്കൊണ്ടുപോയി വിട്ട് കിട്ടണമെങ്കിൽ കാശ് വേണം എന്നൊക്കെയല്ലേ? അത് തന്നെ. ചേട്ടൻ എങ്ങനെ മനസ്സിലായി? 10 ലക്ഷം രൂപ വേണോന്ന്. ദിലീപേട്ടന് തട്ടിക്കൊണ്ട് പോയി ഇരുത്തിരിക്കുകയാണെന്നൊക്കെയാ പറയുന്നേ. ചേ അങ്ങനെയൊക്കെ പല അനോണിമസ് നമ്പറിൽ നിന്ന് കോളൊക്കെ വരും. അതൊന്നും വിശ്വസിക്കണ്ട. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇതൊക്കെ സൈബർ ക്രൈം ചെയ്യുന്നവരുടെ ഏർപ്പാടല്ലേ. നിനക്ക് വിവരമുണ്ട്. ആ ചേട്ടാ, ഞാൻ കോള് വന്ന ഉടനെ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ച് വിവരം പറഞ്ഞു. അയ്യോ, എന്തിന്? പിന്നെ പറയാതെ, നാട്ടിലിരിക്കുന്ന ഭർത്താവിനെ ഗോവയിലേക്ക് കിഡ്നാപ്പ് ചെയ്തു എന്ന് ആരോ വിളിച്ചു പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണോ വേണ്ടത്? കളിപ്പിക്കാൻ പറയുന്നതാണെങ്കിലും ഇതിലെ അപകടം അവന്മാർക്കും ബോധ്യം വരണ്ടേ? പോലീസ് അവരെ പൊക്കിക്കോളും. അതെ, പൊക്കും. ആ ചേട്ടാ, ഒരു കാര്യം കൂടി. ദിലീപേട്ടൻ ഫോൺ ഓഫാക്കി വെക്കണ്ട. ചിലപ്പോൾ പോലീസ് വിളിച്ചാൽ ഒരു കിഡ്നാപ്പും ഇല്ല, നാട്ടിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ മതി. ഓഹ്, നീ എൻ്റെ ഫോൺ നമ്പറും പോലീസിന് കൊടുത്തോ? ആ, കൊടുത്തു. കൺട്രോൾ റൂമിൽ വിളിച്ചാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണ്ടേ? വളരെ നന്നായി. ശരി, ഓക്കെ, കട്ട് ചെയ്തോ. ശരിക്കും വിരണ്ടിട്ടുണ്ട്. പോലീസ് കൺട്രോൾ റൂമിൽ വിളിച്ചു എന്ന് പറഞ്ഞപ്പോഴാ കറക്റ്റായിട്ട് ഞെട്ടിയത്. അത് നന്നായി. അതിനിടയിൽ എനിക്കൊരു സംശയം. എന്താ? എൻ്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിച്ചത് 5 ലക്ഷം എന്നല്ലേ നീ പറയാൻ പറഞ്ഞത്? അതെ. എന്നിട്ട് നീ ദിലീപേട്ടനോട് പറഞ്ഞത് 10 ലക്ഷം എന്നല്ലേ? ഷോ, ഓ, അതൊരു ഫ്ലോയിൽ ഞാൻ 10 ലക്ഷം അങ്ങ് പറഞ്ഞു പോയതാ. അല്ലേലും ഇത് കൊടുക്കാനുള്ള പൈസ ഒന്നും അല്ലല്ലോ, പിന്നെന്താ? അല്ല, കളിയാണെങ്കിലും അതിലൊരു ഈക്വൽ ലെവലൊക്കെ ഉണ്ടാകണ്ടേ? എൻ്റെ ഭർത്താവിന് എന്താ കുറവ്? അങ്ങേർക്കും ഒരു 10 ലക്ഷമൊക്കെ കൊടുക്കാം. ഓ എൻ്റെ ദൈവമേ, എന്നാ ഞാൻ ഇപ്പം തന്നെ ദിലീപേട്ടനെ വിളിച്ച് കിഡ്നാപ്പ് ചെയ്തവർ 5 ലക്ഷം മതി എന്ന് പറഞ്ഞു എന്ന് പറയട്ടെ. അത് വേണ്ട, ഞാനൊരു തുല്യതയ്ക്ക് വേണ്ടി വാദിച്ചു എന്ന് മാത്രം. ഡിസ്കൗണ്ട് പ്രഖ്യാപിക്കാനൊക്കെ ഇതെന്താ ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറോ? എൻ്റെ ശൈലേ,
നമ്മൾ വന്ന് ചാടിയ ഏടാകൂടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഓരോരോ വഴി ആലോചിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ കൂടി നീ പുതിയ പുകില് കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ പ്ലീസ്. ഇല്ല ഇല്ല, സോറി സോറി. നീ കണ്ടിന്യൂ. എന്ത് കണ്ടിന്യൂ? ആലോചിച്ച് വെച്ചതെല്ലാം മറന്ന്. അതെ, നമുക്കേ ഇങ്ങനെ ചെയ്താലോ? എങ്ങനെ? വേഗം പറ. ആ, സമയമില്ല. അവർക്കിനി ഞെട്ടല് മാറി ചിന്തിക്കാൻ ടൈം കൊടുക്കരുത്. പറ. ഛേ, കടലിലിറങ്ങി ഒന്ന് വിശാലമായിട്ട് കുളിക്കാമെന്നൊക്കെ കരുതിയതാ. ഇതിപ്പോൾ ആരെയോ പേടിച്ച് നമ്മൾ ഹോട്ടൽ മുറിയിൽ വന്ന് ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായി. ശരിയാ. എങ്കിലും എനിക്കിപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ട് കണക്റ്റ് ആവുന്നുണ്ടോ എന്നൊരു സംശയം. തട്ടിക്കൊണ്ടുപോയി റാൻസം മണി ചോദിക്കാൻ നമ്മൾ ആര്? സെലിബ്രിറ്റികളോ? കിഡ്നാപ്പ് ചെയ്യുന്നവരുടെ പുതിയ തന്ത്രമായിരിക്കും ഇത്. ഏത്? അതായത് സെലിബ്രിറ്റികളെ തട്ടിക്കൊണ്ടുപോയാൽ അത് വാർത്തയാകും, നാട്ടുകാരും പോലീസും അറിയും. ടോട്ടൽ റിസ്ക്കാണ്. എന്നാൽ ഒരു സാധാരണക്കാരനെ കിഡ്നാപ്പ് ചെയ്താൽ അത് വാർത്തയല്ല. എമൗണ്ട് ചെറുതാണെങ്കിലും പണം കൃത്യമായി കിട്ടാൻ സാധ്യത കൂടുതലാണ്. പോലീസിൻ്റെ സാന്നിധ്യം മിക്കവാറും 0 തന്നെ ആയിരിക്കും. അങ്ങനെ ആലോചിക്കുമ്പോൾ ലോജിക്കുണ്ട്. അതിനാലാണ് തൽക്കാലം പബ്ലിക്കായിട്ടുള്ള നമ്മുടെ പ്രസൻസ് ഒഴിവാക്കാമെന്നും ഹോട്ടൽ മുറിയിൽ വന്നിരിക്കാമെന്നും ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായി. നമ്മളെ കിഡ്നാപ്പ് ചെയ്തെന്ന് അവകാശപ്പെടുന്നവരെ കാശ് എവിടെ, എപ്പോ, എങ്ങനെ എത്തിക്കണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്തായിരിക്കും? അതൊരു പോയിൻ്റാണ്. ഫോട്ടോ അയച്ചു കൊടുത്ത് നമ്മുടെ ഭാര്യമാരെ ഭയപ്പെടുത്താനായിരിക്കും അവർ ഉദ്ദേശിച്ചുണ്ടാവുക. പേടിച്ച് അവരുടെ വഴിക്ക് വന്നാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. ഇവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് ഇവർ ഉടനെ തന്നെ നമ്മളെ വിളിച്ച് കാര്യം തിരക്കി. അതിനാൽ കിഡ്നാപ്പേഴ്സിൻ്റെ പ്ലാൻ നടപ്പായില്ല. അവർ പരിപാടി പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ആയിരിക്കാൻ സാധ്യതയില്ലേ? അതും സമ്മതിച്ചു. ഡിജിറ്റൽ അറസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് പണം തട്ടുന്ന സൈബർ ക്രൈം ടീം ഉണ്ടല്ലോ. അവരെ പോലെ ഇതും അണ്ടർവേൾഡ് ഗ്യാങ് ആണെന്ന് കരുതുക വയ്യ. അതെന്താ? ഇവിടെ നമ്മുടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഭാര്യമാർക്ക് അയക്കണമെങ്കിലേ നമ്മളെ നന്നായിട്ട് അറിയുന്ന ആളുകളായിരിക്കില്ലേ? ഒരു പക്ഷെ നമ്മുടെ പരിചയക്കാർ. അപ്പോൾ ഇത് അണ്ടർവേൾഡ് അല്ല, ഊപ്പർ വേൾഡ് തന്നെ ആയിരിക്കണം. ഒരു പക്ഷേ നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പരിചയക്കാർ. വിനോദ് പറയുന്ന കാര്യമുണ്ട്. ഇതറിയുന്നവർ ഒപ്പിച്ചൊരു പണിയാവാനാണ് സാധ്യത. ദേ ഫോൺ അടിക്കുന്നു. ആരാ? ട്രൂ കോളറിൽ ഒരു ഇൻസ്പെക്ടർ രാജയ്യ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സംഗതി പോലീസ് ഗൗരവമായിട്ട് എടുത്തു എന്നർത്ഥം. അറ്റൻഡ് ചെയ്യ്. ഹലോ. Is this Mr. Dilip? Yes, speaking. This is Inspector Rajshaya. We got a complaint from your wife saying that you were kidnapped. No, sir. That is not true. Actually, now I am in Goa. Yes, that's what your wife said. You were held in Goa. No. I came here for a small vacation. No one helped me. Why then she is complaining? Tell me what is going on. Sir, I will tell you. Actually, I came here without my wife knowing. That is the reason for all the trouble. Oh, is that how things are? Do one thing. Call your wife and tell her the truth right now. Or I will have to intervene. But sir... Hey, no but. No, sir. Call now. It's not the police job to solve your family problem. Okay, sir. Okay. Sorry, sir. പണി പാളിയോ? ഏ? പോലീസ് എന്താ ചോദിച്ചേ? എല്ലാം പറയാം. അത് ഞാൻ ഭാര്യ ഒന്ന് വിളിക്കട്ടെ. ഒരു മയോ ഇല്ലാത്തൊരു പോലീസുകാരൻ. മംഗളയോ? ഇതാരാ കൂടെ? എങ്ങനെ ഇവിടെ എത്തി?
അത് ഇത്ര പെട്ടെന്ന്? മംഗള തന്നെയാണ് ദിലീപേട്ട. ദേ ഇതെന്റെ ഫ്രണ്ട് ശൈല. ശൈലയ്ക്കും കിട്ടിയിരുന്നല്ലോ കിഡ്നാപ്പേഴ്സിന്റെ കോള്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഫ്ലൈറ്റ് പിടിച്ച് പെട്ടെന്ന് ഗോവയ്ക്ക് പോന്നു. അയ്യോ, ആ ഇൻസ്പെക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ നിന്നെ വിളിച്ച് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് അപകടമൊന്നും പറ്റിയിട്ടില്ലെന്ന്. ഞങ്ങൾ ഗോവയിലാണ് ഉള്ളതെന്നും പറഞ്ഞു. പിന്നെ എന്തിനാ ഓടത്തിൽ ഇങ്ങോട്ട് വന്നത്? ചേട്ടാ, ഇതെന്തോന്നായി പറയുന്നേ? സ്നേഹമുള്ള ഭാര്യമാരായാൽ അങ്ങനെയാ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു എന്നോർത്ത് ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയാണ്. എവിടെ എന്റെ ഭർത്താവ് മിസ്റ്റർ വിനോദ്? ശൈലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞോ? എന്തോന്നാ ചേട്ടാ ഈ പറയുന്നത്? സ്വന്തം ഭർത്താവിന് അപകടം വന്നു എന്ന് കേട്ടാ പിന്നെ എന്തോന്ന് സമ്മേളനം? ഞാൻ അപ്പ തന്നെ മംഗളയും വിളിച്ച് ഇങ്ങോട്ട് തിരിച്ചു. അപ്പൊ നിങ്ങൾ രണ്ടും ഫ്രണ്ട്സ് ആണല്ലേ? ഞങ്ങൾ ആകസ്മികമായിട്ട് ഇവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്. അതെന്തായാലും നന്നായി. ഇപ്പൊ എല്ലാരും പരസ്പരം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഗോവയൊക്കെ ശരിക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു പോയാ പോരെ? അത് ശരി, ഗോവ കാണാൻ ചാൻസ് ഒത്തപ്പോൾ ഫ്ലൈറ്റ് കയറി വന്നതാണല്ലേ, അല്ലാതെ കിഡ്നാപ്പ് സ്റ്റോറി കാരണം അല്ല. മെയിൻ റീസൺ കിഡ്നാപ്പ് തന്നെ. വന്ന സ്ഥിതിക്ക് ഗോവ കാണാതെ പോകുന്നത് മര്യാദയല്ലല്ലോ, അതാ. മതി മതി. അല്ല, നിങ്ങൾ എങ്ങനെ ഈ ഹോട്ടൽ കണ്ടുപിടിച്ചു? ഞങ്ങൾ ഗോവയിലുണ്ടെന്നല്ലാതെ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞില്ലല്ലോ. ഓ അതോ, ഇൻസ്പെക്ടർ രാജയ്യ നിങ്ങളുടെ ഫോൺ ട്രേസ് ചെയ്ത് കൃത്യം സ്ഥലം ഞങ്ങളോട് പറഞ്ഞു തന്നു. കുന്താപുര പോലീസ് മിടുക്കന്മാരാണ്. കുന്താപുര പോലീസോ? അതിനത് ഗോവയല്ലേ? അതെ അതെ, ഗോവൻ പോലീസ്. ഇങ്ങോട്ട് വരുന്ന വഴിയാണല്ലോ ഈ കുന്താപുര, അതുകൊണ്ട് മാറിപ്പോയതാ. അതിന് ഫ്ലൈറ്റിന് വന്ന് നിങ്ങൾ എങ്ങനെ കുന്താപുരം അറിയും? അതിന് റോഡ് വഴിയോ ട്രെയിൻ വഴിയോ ഒക്കെ വേണ്ടേ വരാൻ? ഓ, ഇതൊക്കെ ആര് ശ്രദ്ധിക്കുന്നു? ചിലപ്പോ ഫ്ലൈറ്റിൽ നിന്ന് താഴെ നോക്കിയപ്പോ കുന്താപുര ബോർഡ് കണ്ടതിന്റെ ഓർമ്മയിൽ പറഞ്ഞതാവും. കോള് വരുന്നു. മനീഷാണല്ലോ വിളിക്കുന്നത്. എന്തിനാണാവോ ഈ സമയത്ത് അവൻ വിളിക്കുന്നത്? ഹലോ, ആ മനീഷേ, ആ ചേച്ചിയാടാ. ആ ഓ ശരി ശരി. ആ ആ ഗോവയിലെത്തി. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ഓ അതെയോ, ശരി. ആ ശരി, താങ്ക് യുടാ. ആ പിന്നെ എല്ലാവരും സേഫാ? ആ ഓക്കെ, ബൈ. ആരാ? മനീഷ് അളീനോ? നീ അവനോടും ഗോവക്കാര്യം പറഞ്ഞോ? പിന്നെ പറയാതെ. ഒരത്യാപത്ത് വന്നപ്പം പറയാൻ എനിക്ക് അനിയനായിട്ട് അവനല്ലേ ഉള്ളൂ. എന്നിട്ട് അവനിപ്പോ എന്താ വേണ്ടത്? അവനൊന്നും വേണ്ട. അവൻ ഓൺലൈൻ വഴി ഒരു കാറ് വാങ്ങിയിട്ടുണ്ട്. ആ കാറുള്ള ലൊക്കേഷൻ ഇവിടെ ഗോവയിലാണത്രേ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പോയി എടുത്തോളാൻ പറഞ്ഞു. അതേതായാലും നന്നായി. ഒരു കാറ് പോകുമ്പോഴേക്കും പകരം വേറൊരു കാർ ഒത്തു കിട്ടിയല്ലോ, ആശ്വാസം. ഒരു കാർ പോവാനോ? മനസ്സിലായില്ല. അല്ല, ഈ കാറിൽ പോവാൻ ഓർത്തപ്പോഴേക്കും കാറ് കിട്ടിയല്ലോ എന്നാ പറഞ്ഞേ. അതെ അതെ. എന്നാ എല്ലാവർക്കും കൂടി കാർ പോയി എടുത്താലോ? ശരി. എന്നാ നിങ്ങൾ റെഡിയായിട്ട് റിസപ്ഷനിലേക്ക് വാ. ഞങ്ങൾ രണ്ടുപേരും താഴെ കാണും കേട്ടോ. ശൈലേ വാ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം. അല്ലടി മംഗളെ, ഇനിയിപ്പോ അവര് നമ്മളോട് ഫ്ലൈറ്റ് ടിക്കറ്റ് വല്ലതും കാണിക്കാൻ പറയോ ഈ തെളിവിനായിട്ട്? എടി, നീ ഒന്ന് പേടിക്കാതിരിക്കെ. പിന്നെ നീ ആവേശം കാണിച്ച് വല്ല ഡയലോഗും അടിക്കാതിരുന്നാ മതി. കാറിന്റെ കാര്യം പറഞ്ഞപ്പോ സംഗതി ആകെ പൊളിഞ്ഞൂന്ന് കരുതിയതാ. നേരിയ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടത്. ഓ, അവർക്കത് മനസ്സിലാകാനൊന്നും പോണില്ലെന്നേ. ഈ ഭർത്താക്കന്മാരുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ നല്ല മണ്ടന്മാരാ. അതൊന്നുമല്ല, കുന്താപുര സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ
കൃത്യമായി വിളിച്ചതിനാലാണ് ഈ സ്റ്റോറി അല്പമെങ്കിലും ലൈവായി നിൽക്കുന്നത്. തൽക്കാലം അത് നീ പൊളിക്കാതിരുന്നാ മതി. ഓ, ഞാനിപ്പോ അതൊന്നും പൊളിക്കാൻ പോണില്ല. ഉം. ദേ ബാഗൊക്കെ എടുത്ത് അവരിതാ വരുന്നുണ്ട്. വാ വാ വാ, നമുക്കും അങ്ങോട്ട് നിൽക്കാം. ഉം, ഉം. ഒന്നും മറന്നിട്ടില്ലല്ലോ? എല്ലായിടത്തും ഡിക്കി വെച്ചിട്ടില്ലേ? അങ്ങനെ എടുത്തു വയ്ക്കാൻ ഒരുപാടൊന്നുമില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു യാത്ര. അപ്പോൾ പിന്നെ എന്തോന്ന് ലഗേജ്. ഉം. ഹാ, അപ്രതീക്ഷിതമാണെങ്കിലും സംഗതി കസറി. 2 ദിവസം പോയത് അറിഞ്ഞില്ല. ഗോവയൊക്കെ എന്തായാലും നന്നായിട്ട് കണ്ടു. ഞങ്ങൾ എന്തായാലും കിഡ്നാപ്പ് ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞവന്മാരോടാണ് നന്ദി പറയാ. അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞങ്ങളെയും കൂട്ടി ഗോവയിലൊന്നും വരാൻ പോണില്ലല്ലോ. അതെ, അവര് കാരണം ഞങ്ങളും ഗോവ കണ്ടു. വേണമെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിലെ വഴിപാടും ഇൻഷുറൻസുകാരുടെ സംസ്ഥാന സമ്മേളനവും ഒക്കെ അടുത്ത മാസവും നടത്താമല്ലോ. അതെ അതെ, പക്ഷേ എങ്കിലേ ഇനി ഊട്ടിയോ കൊടൈക്കനാലോ നോക്കിയാൽ മതി കേട്ടോ. അടുത്ത തവണ വീണ്ടും ഗോവ വേണ്ട. അത് ശരിയാ. മനസ്സിലായി അല്ലേ? പിന്നെ നിങ്ങൾ എന്ത് കരുതി? കള്ളി ഇപ്പോഴേ പൊളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഓർത്തു ഗോവ വിടുന്നതിന് മുമ്പ് ഗോവൻ സ്റ്റോറി പൊട്ടിച്ച് കൈ കൊടുക്കാമെന്ന്. എങ്ങനെ കണ്ടുപിടിച്ചു? അത് തന്നെ, ഞങ്ങളുടെ ആക്ടിങ് കൂൾ അല്ലായിരുന്നോ? ആക്ടിങ്ങും പ്ലാനിങ്ങും ഒക്കെ ഗംഭീരമായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു നോട്ടപ്പിഴവ് പറ്റി. അതെ, ഒരു ചെറിയ ടെക്നിക്കൽ നോളജിന്റെ അഭാവം കാരണം സംഭവിച്ച എറർ, അത്രേ ഉള്ളൂ. എന്തായിരുന്നു അത്? അതായത് കിഡ്നാപ്പ് ചെയ്തവർ അയച്ചത് എന്നും പറഞ്ഞ് നിങ്ങളുടെ 2 പേരുടെ മൊബൈലിൽ നിന്ന് അയച്ച ആ ഫോട്ടോസ് ഇല്ലേ? ആ, വാട്സാപ്പിൽ അയച്ചത് അത് ക്ലിയർ അല്ലായിരുന്നോ? ക്ലിയർ ഒക്കെ ആയിരുന്നു. പക്ഷെ ഫോർവേഡ് ചെയ്ത് കിട്ടിയ ഒരു ഫോട്ടോ വീണ്ടും ഫോർവേഡ് ചെയ്യുമ്പോഴേ ഫോർവേഡ് എന്ന് അതിന് മുകളിലായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് രേഖപ്പെടുത്തിയിരിക്കും. നിങ്ങൾ ആ ഫോട്ടോകൾ സ്വന്തം മൊബൈലിലെടുത്ത് സെൻഡ് ചെയ്തതിനാൽ അങ്ങനെ വന്നില്ല. അവിടെയാണ് നിങ്ങളുടെ പ്ലാൻ പൊളിഞ്ഞത്. സംശയം തോന്നി മനീഷ് അളിയനെ ഒന്ന് വിളിച്ച് കുടഞ്ഞപ്പോൾ കാറിൻ്റെയും പോലീസ് സ്റ്റേഷൻ്റെയും ഒക്കെ കഥ പതിയെ പുറത്തു വന്നു. നാട്ടിൽ നിന്ന് ഒരു കാറും എടുത്ത് ഇത്രയും ദൂരം വരാൻ കാണിച്ച ധൈര്യം എന്തായാലും കൊള്ളാം. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഐ ആം ദി സോറി, ഐഡിയ എൻ്റേതാണ്. പാവ ശൈല, അവളെ ഞാനാണ് ഇതിലേക്ക് വലിച്ചിട്ടത്. ഏയ്, നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ എല്ലാവരും ഒത്ത് കൂടുതൽ യാത്രകൾ നടത്തുന്നതിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതും സമ്മതിക്കുന്നു. ഗോവ ട്രിപ്പ് എന്തായാലും ഞങ്ങളും എൻജോയ് ചെയ്തു. അത് സത്യമാണല്ലോ. അതെ, നിങ്ങൾ പരിചയപ്പെടുത്തിയില്ലെങ്കിലും ഞങ്ങൾക്ക് പരസ്പരം പരിചയപ്പെടാനും കഴിഞ്ഞു. എല്ലാവരും ഒത്തുകൂടിയപ്പോൾ നല്ലൊരു വെക്കേഷനും ആയി. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. കാറ് നേരെ ഊട്ടിക്ക് വിട്ടാലോ? ഊട്ടിയിലേക്കോ? ഒരു ഗോവൻ ട്രിപ്പ് നാടകം സമാപിക്കുന്നു. രചന അജിത് നമ്പ്യാർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: ശൈല ആരതി ലാൽ ബി, മംഗള സെവിൽ ജിഹാൻ, വിനോദ് അനീഷ് ദേവ്, ദിലീപ് ജയദേവ് രവി, രമേശ് ഗോവിന്ദ് ടി എ, നിഷ അനുജ ഭാസ്കർ, ഇൻസ്പെക്ടർ രാച്ചയ്യ വിജു നീരാവിൽ, ബൊപ്പണ്ണ കൃഷ്ണകുമാർ പട്ടം, ചായക്കടക്കാരൻ അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ ആർ, വനിതാ പോലീസ് സൗമ്യ ജെ വി, റിസപ്ഷനിസ്റ്റ് പാർവതി ജി ആർ. കന്നഡ ഭാഷാ സഹായം നയന കെ ചന്നസാന്ദ്ര.
സംവിധാന സഹായം VN ദീപ, ബിജു കല്ലുവാതുക്കൽ, N സുനിത.